ഒരു കുടിശ്ശിക ഗഡുവും അതോടൊപ്പം തന്നെ തനത് മാസത്തിലെ പെൻഷൻ വിതരണവും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ചിലരുടെ വീടുകളിലേക്ക് നോട്ടീസ് എത്തുമെന്നുള്ള സുപ്രധാന അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരിൽ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരോ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് കാരണം ബോധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ആഡംബര വാഹനങ്ങളുള്ള വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെയും ഈ രീതിയിൽ കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ പിടിക്കപ്പെടുന്നവർക്കാണ് പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസുകൾ എത്തിച്ചേരുന്നത്. അതുമാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുൻപ് ലഭിച്ചിട്ടുള്ള പരാതികളുടെ നിജസ്ഥിതി പരിശോധിക്കുകയും ഇതോടൊപ്പം തന്നെ സംശയമുള്ള വീടുകൾ, ഇതോടൊപ്പം തന്നെ മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ വാർഡ് മെമ്പർ പറയുന്ന വീടുകൾ, ഇങ്ങനെയുള്ള വീടുകളൊക്കെ തന്നെ അന്വേഷണ വിധേയമാക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്യുന്ന വീടുകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. 2024 വർഷത്തിൽ വരുമാന സർട്ടിഫിക്കറ്റുകൾ, മറ്റ് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്ന 3200 രൂപ ഒരു മുടക്കവും കൂടാതെ തന്നെ എത്തിച്ചേരും. ഇനി മുതൽ എല്ലാ വർഷവും മസ്റ്ററിങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീയതി അറിയിപ്പുകൾ എത്തുന്ന സാഹചര്യത്തിൽ മാത്രം ഇനിയുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാൽ മതിയാവുന്നതാണ്. ഡിസംബർ മാസത്തിൽ 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജനുവരി മാസം അവസാനത്തോടുകൂടി പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കം. പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തതിന് ശേഷം പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്താൽ മതിയാകുമെന്നുള്ള വിമർശനമാണ് വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നത്.